ഇരിക്കുന്ന വിഷയമില്ലേ ഇവൻ്റെ ചെന്ന് വീണ മടിക്കടിച്ച്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് സാധനം കേട്ടോ. ഇന്നതേ നമ്മൾ ഈ കാണുന്ന വലിയൊരു കണ്ടത്തിലാണ് കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു കണ്ടമാണ്. അത്രയധികം മീനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ സ്ഥലം. അപ്പോൾ നമ്മളതൊക്കെ വന്ന് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എല്ലാവരും അവിടെ ഇടയ്ക്ക് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആർക്കും ഇതുവരെ മീനൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളത് കാസ്റ്റ് ചെയ്തു റിട്രൈവ് ചെയ്യുന്നു. നമുക്ക് ഓർക്കാപ്പുറത്തൊരു മീൻ അടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കും കാര്യങ്ങളായിരുന്നു. പടപടയെന്നുള്ള അടിയായിരുന്നല്ലോ, പെട്ടെന്നൊരടി. ആക്ച്വലി ഇഷ്ടംപോലെ നമ്മുടെ മുള്ളമ്പാൽ കിടക്കുന്നതുകൊണ്ട് തന്നെ മീൻ ഫോളോ ഒന്നും അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. വരുന്നു, അടിക്കുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. നോക്കിയിരുന്നില്ലെങ്കിൽ മീൻ മിസ്സാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഒരു വിയറ്റ്നാം വരാൽ. അപ്പോഴത്തേ നമ്മുടെ പെക്സോൻ്റെ ഫ്രോഗുകൾ അധികം നമ്മൾ കാണിക്കാത്തൊരു ഫ്രോഗ് ഉണ്ടായിരുന്നു. പെക്സോൻ്റെ ക്രാബ് എന്ന് പറയുന്നൊരു ടൈപ്പ് ഓഫ് ഫ്രോഗ് കേട്ടോ. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു ഫ്രോഗാണ്. ഞാൻ ഒത്തിരി ഉപയോഗിച്ചു. പക്ഷേ ഇതൊരു മീൻ അടിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ കിട്ടാറില്ല പൊതുവേ. കാരണം വെച്ചാൽ ഒന്നേ ക്യാമറ ഓഫായി പോകും. അങ്ങനെ ലോങ്ങിൽ കാസ്റ്റ് ചെയ്യേണ്ട സമയങ്ങളിലാണ് ഞാൻ കൂടുതൽ ഫ്രോഗ് ഉപയോഗിക്കാറ്. അത് അത്യാവശ്യം തിരക്കില്ലാത്തൊരു സൈസ് വരാൽ കിട്ടിയിട്ടുണ്ടോ. കണ്ടോ, തിരക്കില്ലാത്തതാണ്. നല്ല രീതിയിൽ ഫ്രോഗ് ഉള്ളിലാക്കിയിട്ടുണ്ട്. വലിയ ഫ്രോഗാണെങ്കിലും നല്ല രീതിയിൽ ഉള്ളിലാക്കിയിട്ടുണ്ട് ഫ്രോഗ്. അപ്പോൾ നമ്മൾ ആ മീനെ മാറ്റി വെച്ചിട്ട് വീണ്ടും കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആക്ടിവിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അധികം ടൈം കളയാതെ മാക്സിമം മീനെ അടിച്ചു തരാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഫോളോ ഒരു സ്ട്രൈക്കും കിട്ടുന്നുണ്ട്. ഒരു ഫോളോ വന്നു, സ്ട്രൈക്ക്, ഹുക്കപ്പ്. നല്ലൊരു ഫോളോ ആയിരുന്നു, നല്ലൊരു സ്ട്രൈക്കും കിട്ടി. നമ്മളൊരു ഹുക്കപ്പ് കൊടുത്തു. ഒത്തിരി ദൂരം എന്നുള്ള ജസ്റ്റ് അടുത്തുനിന്നാണ്. അപ്പോൾ നമ്മൾ മീനെ വലിച്ച് പതുക്കെ കയറ്റുന്നുണ്ട് കേട്ടോ. കയറ്റിയിട്ടു. ഇത് നമ്മുടെ പെക്സോൻ്റെ ഡോറ എന്ന് പറയുന്ന ഫ്രോഗിലോട്ട് അടിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയൊരു ഫ്രോഗാണ് നമ്മുടെ പെക്സോൻ്റെ ഡോറ എന്ന് പറയുന്ന ഈ ഒരു ഫ്രോഗ്. ഒന്ന് ചെറിയൊരു ഫ്രോഗാണ്, ഒരു 6 to 7 gram വെയിറ്റ് വരുന്നുള്ളൂ. എൻ്റെ ഒരു റോഡ് റീൽ ഉപയോഗിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസിൽ കാസ്റ്റിങ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടാണ്. അത്യാവശ്യം നല്ല ഭയങ്കര റിസൾട്ടാണ്. മീൻ മിസ്സാകാനുള്ള ചാൻസ് ഇത് വളരെ കുറവാണ്. പിന്നെ അതല്ല ചെറുതോ വലുതൊന്നുമല്ല, ഹെവി മീനാണെങ്കിൽ പോലും അടിക്കും. അത്ര അധികം പെർഫോമൻസ് ഉള്ളൊരു ഫ്രോ കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിലൊരു അത്യാവശ്യം കുഴപ്പമുള്ളൊരു ചെറുമീനെ നമ്മൾ അതിലടിച്ച് സെയിം ഡോറ എന്ന് പറയുന്ന ഫ്രോഗിൽ നമ്മൾ അടിച്ച് കയറ്റുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോയാൽ ആ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇടുന്ന വീഡിയോസൊന്നും ആരും അങ്ങനെ കാര്യമായിട്ട് കാണുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോ കാര്യങ്ങൾ കിട്ടാത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓളെന്നാക്കിയിടുക. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് നല്ല രീതിക്ക് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമ്മളെ ഫിഷിങ് ഇതൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് 2-3 മീനാണ് നമ്മൾ അടിച്ച് കയറ്റി കേട്ടോ. ചെറുതും വലുതൊക്കെ ആയിട്ട് പടപടയെന്നുള്ള അടിയാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് മീനുള്ളൊരു ഏരിയയാണ്. വെച്ചാൽ കണ്ടമാണ്, അത്യാവശ്യം നന്നായിട്ട് മീൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങിയാലും മീൻ കിട്ടും. അത് ചെറുതും വലുതും എല്ലാ ടൈപ്പുണ്ട്. ചെറുമീനും അതുപോലെ വിയറ്റ്നാം വരെ എല്ലാ ടൈപ്പ് മീനുണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും ചെറുത് അടിച്ചിട്ടുണ്ട്. ഇത് ആ ഒരു മീൻ അടിച്ച് നല്ല കോമഡി ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഗ് ചെന്ന് വീണ് അപ്പം തന്നെ സ്ട്രൈക്ക് ചെയ്തു. അതായിരുന്നു, പെട്ടെന്ന് കിട്ടി. അത് നമ്മുടെ കണ്ണന് തൊട്ട് സൈഡിൽ നിന്നിട്ട് ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര റിലാക്സ് ആയിട്ട് നിന്നിട്ട് മീൻ പിടിക്കുന്നത്. കാരണം അത്രയധികം മീൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും ടെൻഷനൊന്നുമില്ല. ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണിന് ഒരു ചെറിയ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതും പെക്സോൻ്റെ തന്നെ ഒരു ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത്, ലേസർ എന്ന് പറയുന്ന ഫ്രോഗിൽ. അപ്പോൾ അതേ നമ്മുടെ വൈഫ് അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൾ കാസ്റ്റിങ്ങൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഒക്കെ മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ നമുക്ക് കിട്ടിയില്ല. അതേ നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തു. ചെറിയൊരു ഫോളോ കിട്ടി കേട്ടോ. ഇതാണ് ചെറിയൊരു ഫോളോ വന്നു. അപ്പോൾ അവൻ അടിച്ചില്ല. പക്ഷേ നമ്മളതേ അതൊക്കെ താഴത്തോട്ട് ഇറങ്ങി ചെന്ന് നിന്നിട്ട് ഒന്നടിക്കുക. ചില മാക്സിമം മീനെ കേട്ടണമല്ലോ, അതുകൊണ്ട് നമ്മൾ മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ താഴത്തോട്ട് എറിഞ്ഞു നമ്മൾ കാസ്റ്റ് ചെയ്തു റിട്രീവ് ചെയ്ത് വരുന്നു. ജസ്റ്റ് ഒന്ന് അവിടെ ഇട്ടൊന്ന് ഇളക്കി അടിച്ചു. ഹുക്കപ്പ്, നല്ലൊരു ഹുക്കപ്പും കൊടുത്തു. മീൻ നമ്മൾ പതുക്കെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. കാരണം ജസ്റ്റ് നമ്മുടെ തൊട്ട് മുന്നിൽ നിന്നൊക്കെ അടിക്കുന്നത്. നേരത്തെ നമുക്ക് അതേ സെയിം സ്പോട്ടിൽ നിന്നാലും മീൻ കയറരുത്. ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അത്രയധികം മീനുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ പെക്സോൻ്റെ ഡോറ എന്ന് പറയുന്ന ഫ്രോഗിൽ തന്നെ അടിച്ചിരിക്കുന്നത്. നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ്. അത്യാവശ്യം നന്നായിട്ട് ഹുക്കാവും. ചെറിയ മീനും വലിയ മീനും എല്ലാത്തിനും ഒരേപോലെ നമുക്ക് പിടിക്കാം. ഓക്കെ, നീട്ടിയറി കണ്ണനെ വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല സൈസാണ്.
ഇപ്പൊ കിട്ടിയാണ് കുഴപ്പമില്ലാത്ത ഉടായ്പൊന്നുമില്ല ഉടായ്പലാണ്. ബാറ്റിൽ കൊടുക്കണോടാ? ആ ഇതൊക്കെ എന്നോട് പറയണ്ടേ? ആ എൻ്റെ ഉണ്ട് അതിൻ്റെ ഫെയർ. ഈ ഇരിക്കുന്ന വിഷയമില്ലേ ഇവൻ്റെ? അടിച്ച പോലും അറിഞ്ഞില്ല. സൗണ്ട് ഇല്ലാതെ അടിയാ, സൈലന്റ് അടിയാ. അടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. പറഞ്ഞോ പെക്സോന്റെ ഡോറയിൽ അടിച്ചു. പറ പറ പറ. അതെ പെക്സോന്റെ ഡോറയിൽ അടിച്ചത് തെറ്റതാണ്. ഏതാ ഒക്കെ കൊടുത്തപ്പോടാ ബെയറിങ് പോയതാ. ബെയറിങ്ങിൻ്റെ ആവുള്ളൂ, ക്ലച്ച് പോയതാ. അത് പിന്നെ ഫോളോ ചെയ്തത് ഓനല്ല ഓരോ തന്നെ. പിന്നെ ഇപ്പം ഒന്ന് വന്നിട്ട് കണ്ണുകളി പോയി. ഒരു ഏരി മൊത്തം ഇളക്കി മറിച്ചാണ് വന്നത്. കറക്റ്റാ പുല്ലേ കയറിയപ്പോഴത്തേക്കും തിരിഞ്ഞു പോയി.